നമുക്കൊരു മനോഹരമായ കഥ കേട്ടു നോക്കാം. ഒരു പക്ഷേ കേട്ടുമറന്ന കഥയാവാം, അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞു മടുത്ത കഥയുമാവാം. എന്നിരുന്നാലും കേൾക്കാത്തവർക്കായും കേട്ടു മറന്നവർക്കായും എൻ്റെ ഈ കഥ. ഒരു മനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക്, അതായത് കൃഷിയിടത്തേക്ക് പോകണമെങ്കിൽ ഒരു വലിയ കാട് കടക്കണം. ആ കാട്ടിലൂടെ തിരിച്ചും വീട്ടിലേക്കെത്തണം. അങ്ങനെ ദിവസവും കാട് കടന്ന് പോയും വന്നും അദ്ദേഹം സുഖമായി ജീവിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം കാട്ടിലൂടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വലിയ മുട്ട കിട്ടി. മുട്ടയെന്ന് പറയുമ്പോൾ വെറുമൊരു മുട്ടയല്ല, കഴുകന്റെ മുട്ടയായിരുന്നു. അങ്ങനെ ആ മുട്ട കയ്യിലെടുത്ത് അതിൻ്റെ അവകാശിയെ അദ്ദേഹം ചുറ്റും തിരഞ്ഞു. പക്ഷേ എവിടെയും കഴുകനെ കണ്ടെത്താനായില്ല. എന്നാൽ ഈ കാട്ടിൽ ഇത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ മുട്ടയ്ക്ക് സുരക്ഷിതത്വം ഉണ്ടാകില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ ആ മുട്ട കയ്യിലെടുത്ത് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്കെത്തിയ അദ്ദേഹം അടയിരിക്കുന്ന കോഴിയുടെ ചൂട്ടിലേക്ക് ഈ മുട്ടയും വെച്ചു കൊടുത്തു. അങ്ങനെ കോഴിയുടെ ചൂട് തട്ടി പതിയെ ആ മുട്ടയും വിരിഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം ഈ കഴുകന്റെ കുട്ടിയും പതിയെ വളരാൻ തുടങ്ങി. പക്ഷേ കോഴികളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ കഴുകന് വലിപ്പക്കൂടുതലും ചിറകിന് അകൽച്ചയും ഉണ്ടായിരുന്നു. എന്നാൽ താനൊരു കഴുകനാണെന്നോ തനിക്ക് പറക്കാൻ കഴിയുമെന്നോ കഴുകന് തിരിച്ചറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കോഴിയമ്മയ്ക്കൊപ്പം തീറ്റ തിന്നാനായി മുറ്റത്ത് നിൽക്കുമ്പോൾ എന്തോ താങ്കളെ വട്ടമിട്ട് പറക്കുന്നത് കഴുകൻ ശ്രദ്ധിച്ചു. കോഴിയോട് കാര്യം തിരക്കി. അമ്മേ, ഇതെന്താണ് നമ്മളെ വട്ടമിട്ട് പറക്കുന്നതെന്ന്. അതിന് കോഴിയാകട്ടെ ഉത്തരം നൽകിയത് ഇങ്ങനെ: അത് നമ്മളെ പിടിക്കുന്ന ഒരു വലിയ ഭയങ്കരനാണ്. അതുകൊണ്ട് അതിന് നമ്മുടെ അടുത്തേക്ക് വരാനോ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകാനോ പാടില്ല. എന്നാൽ ഇത് കേട്ട കഴുകന് ആകെ വിഷമമായി. എനിക്കും ഇതുപോലെ പറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആകാശത്തു കൂടി ഇതുപോലെ പറന്നു നടക്കാമായിരുന്നു എന്ന് കഴുകൻ ചിന്തിച്ചു. അങ്ങനെ കഴുകനും പ്രായമായി. തൻ്റെ കഴിവുകളോ തൻ്റെ ശക്തിയോ തിരിച്ചറിയാതെ കഴുകനും ചത്തുവീണു. ഇതുപോലെയാണ് നമ്മളിൽ പലരും. നമ്മുടെ കഴിവുകളും ബുദ്ധിയും ഒന്നും തന്നെ പുറത്തെടുക്കാൻ തയ്യാറാവാറില്ല. ഇതിലെ ഓരോ കാര്യവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്നതും അതുപോലെ നടക്കുന്നതുമാവാം. ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത കഥയുമായി പിന്നീട് കാണും വരെ ബൈ.